ഒരു ടാഗ് സിനിമയുടെ പേരിനേക്കാൾ വലിയ വിവാദമാകും. സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഖ്യാപനമാകുന്നു. ആരാധകർക്കൊപ്പം നൽകുന്ന ഒരു സാധാരണ സെൽഫി ചരിത്രത്തിന്റെ ഭാഗമാണ്. ആരാണ് ഈ മനുഷ്യൻ? വെറും ഒരു സിനിമ നടനോ അതോ തമിഴ് മണ്ണിൽ മാറ്റം കുറിക്കാൻ വന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനോ? തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് ചക്രവർത്തി, കോടിക്കണക്കിന് ആരാധകരുടെ ദളപതി ജോസഫ് വിജയ്. അഭിനയത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുമ്പോൾ അത് വെറും ഒരു കരിയർ മാത്രമല്ല, ഒരു ജനതയുടെ പ്രതീക്ഷയാണ്. വിജയ് എന്ന ബ്രാൻഡിന്റെ വളർച്ചയും തമിഴക വെற்றிയാകണം എന്ന രാഷ്ട്രീയ വിപ്ലവം നമുക്ക് പരിശോധിക്കാം. സിനിമയിൽ വരുന്ന തിരിക്കഥയാണ് ജോസഫ് വിജയുടെ ജീവിതം. 1974 ജൂൺ 22 പ്രശസ്ത സംവിധായകൻ SI ചന്ദ്രശേഖരന്റെയും ഗായിക ശോഭയുടെയും മകനായി ജനനം. എന്നാൽ ആ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല. 3 വയസ്സുള്ള അനിയത്തി വിദ്യയുടെ മരണം വിജയ് എന്ന കുട്ടിയെ തകർത്തു കളഞ്ഞു. അതൊരു വളരെ ആക്റ്റീവായിരുന്ന കുട്ടി പെട്ടെന്ന് മിണ്ടാതാവുകയും ഉൾവലിയ സ്വഭാവക്കാരനായി മാറുകയും ചെയ്തു. മകനെ ആ കടുത്ത വിഷാദത്തിൽ നിന്ന് മാറ്റാനാണ് പിതാവ് കണ്ടെത്തിയ വഴിയാണ് സിനിമ. തന്റെ മകൻ ജനക്കൂട്ടത്തിൽ നടുവിൽ നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 18-ാം വയസ്സിൽ നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം. എന്നാൽ ഫലം ദയനീയമായിരുന്നു. രൂപത്തിന്റെ പേരിലും ലുക്കിന്റെ പേരിലും മാധ്യമങ്ങളും പ്രേക്ഷകരും അദ്ദേഹത്തെ ക്രൂരമായി പരിഹസിച്ചു. ഒരു നടനാകാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് പലരും ചോദിച്ചു. പിതാവ് SIC തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അന്നത്തെ ആക്ഷൻ വിജയകാന്തിനെ സെന്തുരപ്പാടിയൻ ചിത്രത്തിൽ വിജയ്ക്കൊപ്പം അഭിനയിപ്പിച്ചു. അതൊരു തന്ത്രമായിരുന്നു. ആ ഒരു ചിത്രം വിജയെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു. വിജയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്നത് വിക്രാമൻ സംവിധാനം ചെയ്ത പൂവൈ ഉന്നക്കാകയായിരുന്നു. അതുവരെ തള്ളിക്കളഞ്ഞവർ അദ്ദേഹത്തെ സ്വീകരിച്ചു തുടങ്ങി. കാതുവെക്ക് മര്യാദ, തുള്ളാത്ത മനോത്തുള്ളം എന്ന ചിത്രത്തിലൂടെ തമിഴകത്തിന്റെ ചോക്ലേറ്റ് ബോയിയായി വിജയ് മാറി. എന്നാൽ 2003 തിരുമല എന്ന ചിത്രത്തിലൂടെ തന്റെ ട്രാക്ക് മാറ്റി. 2004 ഗില്ലി റിലീസായതോടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് തകർന്നു വീണു. അതോടെ ഇളയദളപതി എന്ന പേര് തമിഴ് ജനതയുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടു. പിന്നീട് പോക്കിരിയിലൂടെയും അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാസ് ഹീറോകൾ ഒരാളായി മാറി. വിജയുടെ സിനിമകൾ പതുക്കെ ഒരു വിനോദാപാധി എന്നതിലുപരി ഒരു രാഷ്ട്രീയ ആയുധമായി മാറി. തലൈവ എന്ന സിനിമയിൽ ടൈം ടു ലീഡ് എന്ന ടാഗ്ലൈൻ അന്നത്തെ ഗവൺമെന്റിനെ ചൊടിപ്പിച്ചു. തുടർച്ചയായ വിലക്കുകളും വിവാദങ്ങളും അദ്ദേഹത്തെ വേട്ടയാടി. മരസൽ എന്ന സിനിമയിലെ GST പരാമർശം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറി. ഏറ്റവും വലിയ പ്രഖ്യാപനം ഉണ്ടായത് 2020-ലാണ്. നെയ്വേലിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടന്ന IT റെയ്ഡ് വലിയ വാർത്തയായി മാറി. റെയ്ഡിന് ശേഷം തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകർക്കൊപ്പം വാനിന് മുകളിൽ കയറുന്ന അദ്ദേഹം എടുത്ത ഒരു സെൽഫി വെറും ഒരു ഫോട്ടോ ആയിരുന്നില്ല, മറിച്ച് വ്യവസ്ഥിതിയോടുള്ള അദ്ദേഹത്തിന്റെ വെല്ലുവിളിയായിരുന്നു. 2024 ഫെബ്രുവരി 2 ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനമെത്തി. തമിഴക വെട്രി അഴകം കരിയറിന്റെ ഏറ്റവും വലിയ ഉന്നതയിൽ നിൽക്കുമ്പോൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഉപേക്ഷിക്കുന്നത് ചരിത്രത്തിൽ വിരളമാണ്. എന്നാൽ തമിഴ് മണ്ണിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ സിംഹാസനം ഉപേക്ഷിക്കാൻ വിജയ് തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ജനങ്ങളുടെ ദാസനാണ്. തന്റെ 69ാമത്തെ സിനിമയ്ക്ക് ശേഷം കാമനയ്ക്ക് മുന്നിൽ നിന്നും പിന്മാറി പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇത് വെറുമൊരു ഗിമ്മിക്കല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സ്ട്രാറ്റജിയായിരുന്നു. ജനപ്രിയനിൽ നിന്നും ജനനായകനിലേക്കുള്ള മാറ്റത്തിലാണ് ഇന്ന് വിജയ്. ഇനി അദ്ദേഹത്തിന് ഡയലോഗ് എഴുതി കൊടുക്കാൻ റൈറ്ററോ തെറ്റിയാൽ കട്ട് പറയാൻ ഡയറക്ടറോ ഇല്ല. വെള്ളിത്തിരയിൽ അവസാനമായി തന്റെ നായകനെ കാണാൻ ആരാധകർ കാത്തിരിക്കുമ്പോൾ തമിഴകം ഇനി കേൾക്കാൻ പോകുന്നത് ജോസഫ് വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ ശബ്ദമായിരുന്നു. വിജയ് എന്ന വ്യക്തി സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് നടക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. സിനിമയ്ക്കോട്ടയ്ക്കപ്പുറം തമിഴ് ജനതയുടെ മനസ്സ് കീഴടക്കാൻ ഈ സ്ട്രാറ്റജിക്ക് കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന കാര്യം നിങ്ങൾക്കിവിടെ കമന്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.